ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതും സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഒഴിവാക്കുന്നതിനും റോഡ് യാത്രകളിൽ നമുക്കുണ്ടാവുന്ന ദേഷ്യത്തെ വിവേകപൂർവ്വം പരിഹരിക്കുന്നതിനും ചില ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതിനുമുള്ള ചില കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ടുള്ള വീഡിയോ കാണുക. ഇനി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയും എങ്കിൽ നിങ്ങളുടെ അറിയാത്ത കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. ആദ്യത്തേതാണ് ഗൂഗിൾ പേ. നമ്മൾ അനായാസമായി പണമിടപാട് നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ പേ. അനായാസമായി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു നമുക്കുണ്ടാകുന്ന തെറ്റാണ് അക്കൗണ്ട് മാറി പൈസ അയക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും പൈസ, പക്ഷെ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാതിരിക്കുക. നമ്മുടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെൻഡിങ്ങിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ആവുകയും അത് ഫെയിൽഡ് എന്ന് കാണിക്കുകയും ചെയ്യുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പല ആൾക്കാരും അത് കണ്ടിട്ട് നമ്മൾ ആകെ ടെൻഷൻ ആവാറുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ, ആരെ വിളിച്ചേണ്ടെന്ന് അറിയില്ല. ഇതിനൊക്കെ ഒരു പോകും വഴി അവർ തന്നെ അവരുടേതായ ഒരു വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ആ വെബ്സൈറ്റ് എന്താണെന്ന് ഞാൻ ഇവിടെ കൊടുക്കാം. ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ അതിൽ താഴെ ട്രാൻസാക്ഷൻ എന്നുള്ള ഇതിൽ പ്രസ് ചെയ്യുക. ഇതിൽ നമുക്ക് വ്യക്തികൾക്ക് അയച്ചതാണെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ പ്രസ് ചെയ്യുക. അതിന് തൊട്ട് താഴെ നമുക്കുണ്ടായ തെറ്റാണ് കാണിക്കേണ്ടത്. അത് നമുക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഗൂഗിൾ പേയിൽ ഉണ്ടാകുന്ന എന്തൊക്കെ തെറ്റുണ്ടോ അതെല്ലാം ഇതിൽ കാണിക്കും. അതിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ഒരു കമൻറ്റ് കൊടുക്കാനാണ്. അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളതിൻ്റെ തൊട്ട് താഴെ ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ട്. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തെറ്റ് പറ്റുമ്പോൾ എന്തായാലും ഒരു ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ടാവും. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്കാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ഏത് ബാങ്കാണ് അത് ഇതിലെല്ലാ ബാങ്കും ഉണ്ട്. അതിൽ നിന്നും നമ്മുടെ ബാങ്ക് തിരഞ്ഞെടുക്കുക. അതിന് തൊട്ട് താഴെ എത്ര രൂപയാണ് നമ്മൾ അയച്ചത് അതിൻ്റെ തുകയും ടൈപ്പ് ചെയ്യുക. ഡേറ്റും ടൈപ്പ് ചെയ്യുക. നമ്മുടെ ഇമെയിൽ ഐ ഡിയും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി അതിന് പരിഹാരമുണ്ടാകും. അടുത്തതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു പ്രശ്നം. പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് ഒട്ടനവധി അപകടങ്ങൾ ഉണ്ടാവുന്നതും ഒട്ടനവധി ജീവനുകൾ പൊഴിയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. രാവിലെ നമ്മൾ സ്ഥിരം പ്രൈവറ്റ് ബസ്സിന് ഡ്യൂട്ടിക്കൊക്കെ പോണ ആളുകളാണെങ്കിൽ നമുക്കറിയാം അവര് എത്ര സ്പീഡിലാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സ്പീഡിൽ ഉള്ള വണ്ടി ഓടിക്കല്. അതേപോലെ സ്കൂട്ടിയിൽ പോണ ആളുകൾ അവർക്കൊന്നും സൈഡ് കൊടുക്കാതെ പോവുക. അങ്ങനെ എന്താ പറയാ, മത്സര ഓട്ടങ്ങളുടെ ഒരു കാരണം തന്നെയാണ് നമ്മളെ പ്രൈവറ്റ് ബസ്സുകൾക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ബസ്സിന്റെ നമ്പർ കാണത്തക്ക രീതിയിൽ ഒരു ഫോട്ടോയോ വീഡിയോ എടുത്തിട്ട് എൻഫോഴ്സ്മെന്റ് RTOയുടെ വാട്സപ്പ് നമ്പറിൽ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പരിഹാരം ഉടൻ നമുക്ക് ലഭിക്കും. വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. വീഡിയോസോ ഫോട്ടോസോ അയക്കുമ്പോൾ ഓരോരോ ജില്ലയ്ക്കും പ്രത്യേകമായിട്ടുള്ള വാട്സപ്പ് നമ്പറുകളുണ്ട്. അത് ജില്ല തിരിച്ചുള്ള വാട്സപ്പ് നമ്പറുകൾ ഇവിടെ കൊടുക്കാം കേട്ടോ. എന്റെ ഭാര്യ പറഞ്ഞ പോലെ പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യം മാത്രമല്ല കേട്ടോ, KSRTCക്ക് ഉണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ KSRTCക്ക് വന്നിട്ടുണ്ട്. നല്ല പുതിയ പുതിയ ബസ്സുകൾ വന്നിട്ടുണ്ട്. പിന്നെ KSRTC സ്റ്റാൻഡുകൾക്കൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും മാറ്റം വരാത്ത കുറച്ച് ഡ്രൈവേഴ്സ് ഉണ്ട്, കുറച്ച് അതിലെ കണ്ടക്ടർമാരും ഉണ്ട്. ഏതിലും അവർ കയറി വരുന്നത് നമുക്ക് ഓട്ടോറിക്ഷ തിരിക്കണ പോലെ തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഓവർടേക്ക് ചെയ്ത് വരുന്നത് കണ്ടാൽ നമുക്ക് പേടി വരും. കാരണം അത്രയ്ക്ക് കുറച്ച് നീളം കൂടുതലാണല്ലോ KSRTC ബസ്സിനൊക്കെ. അപ്പൊ അതൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്. അവരുടെ ഒരു കാണിക്കലുണ്ടായി നമുക്ക് ആകെ പേടിച്ച് നമ്മൾ വിറയ്ക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്കോ അത് നമ്മുടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ KSRTC ബസ്സിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ കണ്ടക്ടർമാരുടെ മോശമായ പെരുമാറ്റം നമ്മളോട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പെരുമാറുക, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ അവരോട് ഒരു കാര്യം, ചില്ലറ അല്ലാത്ത പ്രശ്നം മിക്ക ബസ്സിലുണ്ടാവുന്ന പ്രശ്നമാണ് ചില്ലറ കൊടുക്കുക എന്നുള്ളത്. എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി തരൂല്ല, ചീത്തയും കേൾക്കും. അതിനൊക്കെ പോകുമ്പോഴിപ്പോ ഗണേഷ് കുമാർ കണ്ടെത്തിയിട്ടുണ്ട് കാർഡ് രൂപത്തിൽ നമുക്ക് കാർഡ് എടുത്ത് വെക്കാം. കറക്റ്റ് അതിന് മാത്രമേ പൈസ പോകുള്ളൂ.
അപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഒരു വീഡിയോ എടുക്കുക, ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഗണേഷ് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ആരെങ്കിലും അവർക്ക് അത് നടപടി എടുത്തിരിക്കും. അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ. മേൽ പറഞ്ഞ 2 ബസ്സുകളുടെ കാര്യവുമായി കോർത്തിണക്കിക്കൊണ്ടു പോകുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മളുടെ റോഡ്. നമ്മൾ അവരോട് എന്തെങ്കിലും സ്പീഡിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള റോഡാണ്, അപ്പം ഇത്ര സ്പീഡിലൊക്കെ പോയാലുള്ളൂ നമുക്ക് സമയത്തിന് അവിടെ എത്താൻ പറ്റുക എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം. അപ്പം നമ്മുടെ ഒട്ടുമിക്ക PW റോഡുകളും നല്ല റോഡുകളാണ്. പക്ഷെ എന്നാലും ചില റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയായിട്ടുള്ള റോഡുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റോഡുകൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള അത്തരത്തിലുള്ള PWD റോഡുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിങ്ങൾ PWയുടെ ഒഫീഷ്യലായ PWD4U ഡൗൺലോഡ് ചെയ്യുക. ഒരു ആപ്ലിക്കേഷനാണ്. ബാക്കി നമ്മൾ ഇവിടെ കാണിക്കാം കേട്ടോ. PWD4U എന്ന ആപ്പ് ഓപ്പൺ ആക്കുക. ഈ നീല ലൈനിൽ കാണുന്നതെല്ലാം PWD റോഡുകളാണ്. ഇതിൽ എവിടെയാണ് നമ്മൾ കണ്ട പ്രശ്നം അത് ആ മാപ്പിൽ പ്രസ് ചെയ്ത് റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ പ്രസ് ചെയ്ത് ആ റോഡിൻ്റെ 2 or 3 ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യുക. വീഡിയോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൽ റോഡ് സെലക്ട് ചെയ്ത് താഴത്തെ സെലക്ട് ഇഷ്യൂ ടൈപ്പ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രശ്നം സെലക്ട് ചെയ്ത് സബ്മിറ്റ് അമർത്തുക. നമ്മളിപ്പോൾ സാമ്പത്തികത്തിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം. അതിന് മുന്നേ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്ക് കൂടുതലൊരു ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി രാവിലെ 7 മണിക്ക് ഞാൻ അവിടുന്ന് പോകും ബസ്സിൽ. ആ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു 2-3 കിലോമീറ്റർ വിട്ട് ഓരോ ചാക്ക് ഇതും വേസ്റ്റാണ് അവിടെ തള്ളിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളവർക്ക്, നിലമ്പൂർ ഭാഗത്തുള്ളവർക്ക് അറിയാം, ഈ വഴിക്കടവിൽ നിന്ന് നാടുകാണി എത്തുന്ന വരെ വീടെന്നൊരു സംഭവം തന്നെ അവിടെ ഇല്ല. വഴിയിൽ ഫുള്ള് ചുരം മാത്രമേ ഉള്ളൂ. അപ്പുറം 2 സൈഡ് കാടും, ഒരു സൈഡ് കൊക്കയും ഒരു സൈഡ് മലകളുമാണ്. ആ മലകളിലൂടെയാണ് ഇവർ തട്ടിയിട്ട് പോകുന്നത്. അത് ആരാണ് തട്ടുന്നതെന്നോ അത് എപ്പോഴും കൊണ്ടുവന്ന് തട്ടുന്നതെന്നോ നമുക്ക് അറിയത്തില്ല. കാരണം അവിടെ ക്യാമറകളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഈ തട്ടുന്നവർക്ക് അറിയത്തില്ല അതിന്റെ പരിണത പോലെ എന്താണെന്ന്. അപ്പോ അങ്ങനെ ആരെങ്കിലും വേസ്റ്റ് എവിടെയെങ്കിലും, ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കുമായിരുന്നു തട്ടുന്ന ആളുടെ. പക്ഷെ ഞാൻ തട്ടുന്നത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുക്കായിരുന്നത്. അപ്പൊ തട്ടുന്ന ആരെങ്കിലും അങ്ങനെ കൊണ്ട് തട്ടുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ ജലാശയങ്ങളിൽ എന്ന് വെച്ചാൽ പുഴകളോ നദികളിലോ കുളങ്ങളിലോ ഒക്കെ ഈ വേസ്റ്റ് കൊണ്ട് തട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ, പിന്നെ എവിടെയെങ്കിലും നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മാലിന്യ കൂമ്പാരം നിങ്ങളുടെ കണ്ണിൽ പെട്ടാലോ ഒക്കെ നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുക, ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ സാമൂഹ്യ സുരക്ഷയോടൊപ്പം അവർക്കൊരു ശിക്ഷ ലഭിക്കുകയും ചെയ്യും, 2500 രൂപ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കേരളത്തിന്റെ മാലിന്യമുക്ത നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാട്ടോ. അടുത്തെന്താ? KCB. അടുത്തൊരു മെയിൻ പ്രശ്നമാണ് KCB അല്ലേ. കറണ്ട് അങ്ങോട്ട് പോകും. എന്തിനാ കറണ്ട് പോയതെന്നോ എപ്പോഴാ കറണ്ട് വരികയെന്നോ ഒന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതാത് പ്രദേശത്തുള്ള KCBയിലേക്ക് വിളിക്കും. അവരൊരിക്കലും ജന്മം ചെയ്ത ഒരു ഫോൺ എടുക്കൂല. അങ്ങനെയുള്ള അനുഭവം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ KCBയുടെ ഒഫീഷ്യൽ നമ്പറായ 1912 എന്ന നമ്പറിലേക്ക് വിളിക്കുക. വിളിച്ചിട്ട് ചിലപ്പോൾ എടുത്തില്ലെങ്കിൽ, ഇങ്ങനെ ഒരു പരിഹാരം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിതാ ഇവിടെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക. തുടർന്ന് അവിടുന്ന് വരുന്ന മെസ്സേജുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുക. അപ്പൊ നമ്മൾ വിളിക്കുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ കൺസ്യൂമർ നമ്പർ എടുത്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. കൺസ്യൂമർ നമ്പർ ഒക്കെ ചോദിക്കും. അപ്പൊ കൺസ്യൂമർ നമ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ വിളിക്കുക. ഉടനടി നമുക്കൊരു പരിഹാരം ലഭിച്ചിരിക്കും. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണ് ലഹരി. ലഹരി വാങ്ങുന്നതോ വിൽക്കുന്നതോ ഉപയോഗിക്കുന്നതോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ഈ നമ്പറിൽ അറിയിക്കുക. ലഹരിമുക്ത നവകേരളത്തിനായി നമുക്കും കൈകോർക്കാം. പിന്നെ നമ്മൾ ലഹരിക്കെതിരെ ഒരു ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യാം. അപ്പൊ എല്ലാവരും കയറി കാണണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറയാ, എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ അല്ല സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് കേട്ടോ, ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഓരോ വീഡിയോക്കും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് അൺസബ്സ്ക്രൈബ് ആവുന്നുണ്ട്, സബ്സ്ക്രൈബ് ആവുന്നുണ്ട്. അത് വേണ്ട, ഒറ്റ പ്രാവശ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ വീഡിയോക്ക് ലൈക്ക് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇതങ്ങനെയൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയും, ഷെയർ ചെയ്യുക. അപ്പം എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ കുറെ പണിയിലൊക്കെയാണ്.
അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ബൈ.